ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ടെൻഡർ കോക്കനട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇളനീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൾപ്പും വെള്ളവും എല്ലാം നമുക്ക് വേണം. അപ്പോൾ ഞാൻ പൾപ്പ് ഇതുപോലെ അതിൽ നിന്ന് പതുക്കെ അടർത്തി എടുക്കുന്നുണ്ട്. ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ ഇളനീർ എടുക്കുന്ന സമയത്ത് നല്ല പൾപ്പുള്ള ഇളനീര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേസിക് വാനില സ്പഞ്ച് വേണം. ഇതിൻ്റെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരുപാട് തവണ വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം കാണിക്കാതിരുന്നത്. ഇനി സ്പഞ്ച് നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് കരിക്കിൻ്റെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത്. കരിക്കിൻ്റെ വെള്ളവും ഷുഗറും കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തതിന് ശേഷമാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ എഡ്ജസ് ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമ്മൾ ഫില്ലിങ് പുറത്തേക്ക് പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എഡ്ജസ് ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്താൽ ഫില്ലിങ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനറ്റിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് പൾപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ വെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് ലെയറിലായിട്ട് ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് ഇളനീരിൻ്റെ പൾപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഇളനീര് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇതാ രണ്ടാമത്തെ ലെയറിലും ഞാനിതുപോലെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇളനീരിൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ചിട്ട് സിറപ്പിൽ നല്ലപോലെ വെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതിന് ശേഷം ഞാൻ ഫൈനൽ കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ പ്രത്യേകം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഫിനിഷിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. മുകളിലും സൈഡിലുമായിട്ട് ബട്ടർഫ്ലൈയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ടെൻഡർ കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടിയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്